ഉമ്മൻചാണ്ടിയെ പീഡനക്കേസിൽ കുടുക്കാൻ ഗണേഷ് കുമാർ ഗൂഢാലോചന നടത്തിയെന്ന് മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം സുധീർ മലയിൽ. കൊട്ടാരക്കര 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് മൊഴി നൽകിയത്. സോളാർ പരാതിയിൽ 4 പേജുകൾ കൂട്ടിച്ചേർത്തത് ഗൂഢാലോചന എന്ന പരാതിയിലാണ് മൊഴി. 2011 മുതൽ 13 വരെ ഗണേഷിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു സുധീർ മലയിൽ. പത്തനാപുരത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വളരെ കോളിളക്കം സൃഷ്ടിക്കാവുന്ന ഒരു നടപടിയാണ് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര കോടതിയിലുണ്ടായത്. സോളാർ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം. സോളാർ കേസ് വീണ്ടും ഇലക്ഷനിൽ ചർച്ചയാവുകയാണ്. അന്ന് ഗണേഷ് കുമാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സുധീർ മലയിലാണ് ഒരു നിർണായക വിധി കോടതിയിൽ നൽകിയത്. സുധീർ മലയിലാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ തിരക്കാം. സുധീർ, ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും വിവാദങ്ങൾ കൊഴുക്കുകയാണ്. എന്താണ് കോടതിയിൽ ഇപ്പോൾ നമ്മൾ നൽകേണ്ടതായ ഒരു മൊഴിയുടെ സാഹചര്യം ഉണ്ടായത്? ഇപ്പോൾ ഈ മൊഴി നൽകിയതല്ല, അതായത് 2021 കൊട്ടാരക്കര കോടതിയിൽ കോൺഗ്രസ് നേതാവായ അഡ്വക്കേറ്റ് സുധീർ ജേക്കബ് നൽകിയ കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുള്ളത്. അതായത് ഈ സോളാർ ഗൂഢാലോചന കേസിൽ ശ്രീമാൻ ഉമ്മൻചാണ്ടിയെയും UDF നേതാക്കന്മാരെയും ലൈംഗിക ആരോപണ കേസിൽ പെടുത്തിയത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള മൊഴികളാണ് അവിടെ നൽകിയിട്ടുള്ളത്. അത് സത്യമായി തന്നെ കോടതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗമായിരുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം ചിലതൊക്കെ നമ്മളോട് പറഞ്ഞതും അദ്ദേഹം പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങൾ കോടതിക്ക് മുമ്പാകെ സമർത്ഥിക്കുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് കൊട്ടാരക്കര കോടതിയിൽ 18 പേജുള്ള ഒരു പരാതി എങ്ങനെ 24 പേജായി എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതിയാണ് നിലനിന്നത്. ആ അഡീഷണൽ പേജ് വന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണോ കോടതിയിൽ ഇപ്പോൾ പ്രതിപാദിക്കുന്നത്? അഡീഷണൽ പേജ് വന്നതുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്. അതായത് രണ്ടാമത് ഇതിനകത്ത് എഴുതി ചേർക്കപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് ഞങ്ങളുടെ ഭാഗം. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ എനിക്ക് എൻ്റെ ഭാഗം ഞാൻ കോടതിയിൽ പറഞ്ഞത്, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സുധീർ ജേക്കബ് നൽകിയിരിക്കുന്ന കേസിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗൂഢാലോചനയുടെ സത്യം ചുരുളഴിച്ച് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എനിക്കറിയാവുന്ന സത്യങ്ങൾ മൊഴിയായി ഞാൻ കോടതിയിൽ കൊടുത്തിരിക്കുന്നതുമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.